ബഹുമാന്യരായ വോട്ടർമാരെ, പ്രബുദ്ധരായ ഈ ജനനായകത്തെ പ്രബുദ്ധരായ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ജനനായക മധ്യത്തിലെ എല്ലാ സ്ഥാനാർത്ഥികളും വിജയിച്ചിരിക്കുകയാണ് എന്നത് നമുക്ക് അഭിമാനാർഹമായ കാര്യങ്ങൾ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ ഈ പ്രബുദ്ധമായ ജനനായകത്തിന്റെ ഇവിടെ കുറച്ച് ദിവസം മുമ്പ് തന്നെ പറയുന്നുണ്ട് കള്ളവോട്ട്. ഈ കൂടിയിരിക്കുന്ന കള്ളവോട്ടെന്ന് യൂണിയൻ പറയുകയാണ്. ഈ കൂടിയിരിക്കുന്ന ആളുകളിൽ എവിടെയാണ് കള്ളവോട്ട്? ഞങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളുടെ കള്ളവോട്ട് ഒപ്പം വന്നത് കള്ളവോട്ട് കള്ളവോട്ട് എന്ന് പറഞ്ഞ് ചിലരുണ്ട്. അവരോട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ചെറുതാഴത്തിനൊരു ചരിത്രമുണ്ട്. ആ ചരിത്രം കടന്നുപോയത് ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൽ സുപ്രധാനമായി ഏഴിച്ച ഒരു സ്ഥലമാണ്, ഒരു ഭൂമികയാണ് ഈ ചെറുതാഴത്തിന്റെ മണ്ണ്. കേരളയിലും വിഷ്ണുഭാരതീയനും അതുപോലെ നായരും കൃഷ്ണപിള്ളയും എല്ലാം ഓടി വരുന്ന മണ്ണാണിത്. വയനാട്ടും അതുപോലെ ദേവിയും നയിച്ച മണ്ണാണിത്. ചെറുതാഴത്തിന് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഉജ്ജ്വലമായ ഏടുണ്ട്. മാത്രമല്ല ജാതി ജന്മി നാടുവാഴ്ചത്തിനെതിരായി പോരാടുന്നത് ആ കരുത്തലേക്ക് ചെറുതാഴം പോയിട്ടുള്ളത്. നാം ഇതുവരെ ഇടതുപക്ഷ ജനാധിപത്യ ശക്തികൾ അജയ്യമായി ഉണ്ടാകുന്ന ഒരു ഭൂമികയാണ്, ഒരു പഞ്ചായത്താണ് ചെറുതാഴം. മനസ്സിലാക്കണം. നിങ്ങൾ ഇതെല്ലാം ചേർന്നിട്ട് ഒരു ജാതിശക്തികളെയും മതശക്തികളെയും എല്ലാവരെയും കൂട്ടിവന്നിട്ട് ഞങ്ങളെ തോൽപ്പിക്കുകയോ അങ്ങനെ അത്ഭുതങ്ങളെയോ കിട്ടും. ചട്ടമെന്ന് മഴ കിട്ടുമോ അവൻ വിചാരിച്ചു ഈ മുട്ടനാടിന്റെ പലകയിൽ നടന്നിട്ട് ഇപ്പൂ പറഞ്ഞിട്ട് ഇന്ന് രാവിലെ പാല് നടന്നിട്ടുള്ള മന്ത്രിമാരുണ്ട്. ചെറുതാഴത്തിന്റെ മണ്ണ് പ്രബുദ്ധമാണ്. ഇവിടെ ഒരു ജാഗ്രതക്കും സ്ഥാനമില്ല. ഇവിടെ മതനിരപേക്ഷതയുടെ മണ്ണാണ്, മനുഷ്യ സ്നേഹത്തിന്റെ മണ്ണാണ്. ഞങ്ങളെല്ലാ ജനങ്ങളും ഒരു ജാതിയും ഒരു മതവും ഒരു രാഷ്ട്രീയവും ഉണ്ടാകാതെ ജനങ്ങളെല്ലാവരും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ചെറുതാഴത്തിന്റെ മണ്ണ് മുന്നോട്ട് പോകുന്നത്. ഈ ചെറുതാഴത്തിന്റെ മണ്ണിൽ എല്ലാ ബഹുഭൂരിപക്ഷത്തോടെ 19 സ്ഥാനാർത്ഥികൾ ഗ്രാമപഞ്ചായത്ത് ഞങ്ങള് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് സദാവ് അബ്ദുൾ ഗഫൂർ നിർത്തിയപ്പോ ഒരാൾ പറഞ്ഞു അബ്ദുൾ ഗഫൂർ നിർത്തിയാൽ ഞങ്ങളൊക്കെ ഏഴായിരം ഒരു ചങ്ങായി 7,000 പറഞ്ഞു ഏറ്റവും വലിയ വേദിയിലൂടെ ചേരാനാണ്. ഇപ്പൊ ആ മാതിരി വ്യക്തികളുടെ കാശ് പോലും ചെറുതാഴത്ത് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അബ്ദുൾ ഗഫൂർ ചെറുതാഴത്തിന്റെ പ്രബുദ്ധമായ മണ്ണാണ് ഈ മണ്ണിൽ. ശരിയായിട്ടുള്ളത് എനിക്ക് പ്രശ്നമാണ്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഞങ്ങളെ ഈ വിജയം ഞങ്ങളെ മൊത്തം ഒരു സംശയവും ഈ മഹാസമ്മേളനത്തിൽ സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഉണ്ടാകുന്ന നമ്മുടെ പ്രിയങ്കരായ സനോമോഹൻ വിജയിച്ചത് 463 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. ആ പുറത്തേക്ക് വോട്ടിന് 70% വോട്ട് നേടിക്കൊണ്ടാണ് സനോമോഹൻ വിജയിച്ചത്. വാർഡ് 2 സഖാവ് KD ജയിച്ചത് 519 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. വാർഡ് 3 ഇടതുപക്ഷത്തിലാണ് 100 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. അതുപോലെ വാർഡ് 4 സഖാവ് ജയിച്ചത് 480 വോട്ട്
529 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. 386 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് 16ാം വാർഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അവിടെ ബിജെപിയുടെ ജില്ലാ നേതാക്കൾ ഉൾപ്പെടുന്ന വാർഡാണ്. ബിജെപിക്ക് പ്രവർത്തകരുള്ള വാർഡാണ്. ആ വാർഡിൽ കോൺഗ്രസ് നേരത്തെ മുൻപ് ജയിച്ചു വരാറുള്ള വാർഡാണ് ആ വാർഡ്. ആ വാർഡിൽ ഇത്തവണ പരാജയപ്പെടുത്താൻ UDF നേതാവ്, യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റും ബ്ലോക്ക് സെക്രട്ടറിയും ഒക്കെ ആയിരുന്ന ഒരു കോൺഗ്രസുകാരൻ കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 2020 രവീന്ദ്രൻ മത്സരിക്കുമ്പോ കൈപ്പത്തി ചിഹ്നത്തിലാണ് മത്സരിച്ചത്. എന്നാൽ ഇത്തവണ കൈപ്പത്തി മാറ്റി ആപ്പിൾ ചിഹ്നവുമായി വന്നു. മൊബൈൽ ചിഹ്നവുമായി വന്നു. അദ്ദേഹം ധരിച്ച എന്താണ്? അദ്ദേഹം സ്വന്തം പാർട്ടിയുടെ ചിഹ്നം ഉപേക്ഷിച്ച് സ്വന്തം അഭിമാനം പോലും പണയപ്പെടുത്തി ബിജെപിയുമായി കൈകോർത്ത് താമരയുടെ പിന്തുണയിൽ ജയിക്കാൻ. പക്ഷെ അവിടുത്തെ പ്രബുദ്ധരായ ജനങ്ങൾ 16ാം വാർഡിലെ ആ സ്ഥാനാർത്ഥിയെ കെട്ടിച്ച കാര്യം നിങ്ങളെല്ലാവരും കോൺഗ്രസ്സുകാരോട് ഞങ്ങൾക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. മിനിമം യൂത്ത് കോൺഗ്രസിന്റെ ബ്ലോക്ക് ജില്ലാ നേതാക്കന്മാർ സ്വന്തം ചിഹ്നത്തിലെങ്കിലും മത്സരിക്കണം. ഇത് നിങ്ങൾക്ക് നല്ലൊരു പാഠമാണ്. മേലാൽ ഈ പണികൾ നിൽക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എന്തിനാ ചിഹ്നം മാറ്റിയത്? അദ്ദേഹം കോൺഗ്രസ് വിട്ടോ? വിട്ടില്ലല്ലോ. കോൺഗ്രസ് നേതാവല്ലേ, യൂത്ത് കോൺഗ്രസ് നേതാവല്ലേ. ഒരു തെരഞ്ഞെടുപ്പിൽ കൈപ്പറ്റി, ഈ തെരഞ്ഞെടുപ്പിൽ മൊബൈൽ. അപ്പൊ ആളുകൾക്ക് മനസ്സിലായി അടുത്ത തെരഞ്ഞെടുപ്പിലെ ചിഹ്നം ഏതായിരിക്കും എന്ന്. അത് മനസ്സിലാക്കിയ പ്രബുദ്ധരായ വോട്ടർമാർ അദ്ദേഹത്തെ കണക്കറ്റി ശിക്ഷിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെയാണ് 17ാം വാർഡിൽ സഖാവ് രത്നവല്ലി 230 വോട്ടിന് വിജയിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ വാർഡ് 18ലും ബിജെപി സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല. അവിടെയും ഒരു അവിശുദ്ധ സഖ്യമായിരുന്നു. UDFും ബിജെപിയും മറ്റു ചിലരും ചേർന്ന് അവിടെ കൈകോർത്തു. ഈ സീറ്റിൽ 18ാം വാർഡിൽ LDFിനൊരു പണി കൊടുക്കാം എന്നാണ് കരുതിയത്. പക്ഷേ ആ വാർഡിൽ നമ്മൾ ജയിച്ചത് 122 വോട്ടിന്റെ വ്യക്തമായ ഭൂരിപക്ഷമാണ് എന്നത് കാണാൻ കഴിയും. പിന്നെ വാർഡ് 19 സഖാവ് അവർ ജയിച്ചത് 370 വോട്ടിന്റെ പിൻബലത്തിലാണ്. പിന്നെ കുഞ്ഞുമംഗലത്തെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതുപോലെ കുഞ്ഞുമംഗലം ഗ്രാമപഞ്ചായത്തിൽ UDF BJP മുന്നണിയായിരുന്നു. BJPക്ക് ഇത്തവണ അവിടെ പലയിടങ്ങളിൽ സ്ഥാനാർത്ഥി ഇല്ല. BJPന് വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന വാർഡിലൊക്കെ BJP സ്ഥാനാർത്ഥിയെ നിർത്താതെ UDFിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. ആ കുഞ്ഞമംഗലം ജില്ലാ പഞ്ചായത്ത് വാർഡിൽ നമ്മൾ ജയിച്ചത് 14,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സഖാവ് ടീച്ചർ വിജയിച്ചിരിക്കുന്നത്. സഖാവ് ഗഫൂറും അതുപോലെ തന്നെ സഖാവ് ഭാനുമതിയും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നമ്മുടെ നാടിന്റെ മഹത്തായ പൈതൃകവും പാരമ്പര്യവും ഉയർത്തിപ്പിടിക്കുന്ന അങ്ങേറ്റം അഭിമാനകരമായ മുന്നേറ്റം ഈ 2 ബ്ലോക്ക് പഞ്ചായത്തിലും നേടിയിരിക്കുകയാണ്. മറ്റ് വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള റിസൾട്ട്, അതിൽ പഠിക്കേണ്ട പാഠങ്ങൾ ഞങ്ങൾ പഠിക്കും, തിരുത്തേണ്ടത് ഞങ്ങൾ തിരുത്തും. പക്ഷേ 4 വോട്ടിന് വേണ്ടി, 4 സീറ്റിന് വേണ്ടി ഒരു വർഗീയവാദിയുടെ മുന്നിലും തല കുലിക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ UDF വർഗീയ ശക്തികളുമായി കൈകോർത്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ പലയിടങ്ങളിലും നേട്ടമുണ്ടാക്കിയത്. ചിലയിടത്ത് BJP, അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമി, മതരാഷ്ട്രവാദികളായ RSSന്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും നിർലോഭമായ പിന്തുണ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഗവൺമെന്റ് 9.5 വർഷക്കാലം കേരളത്തിൽ നടത്തിയ വികസന പ്രവർത്തനത്തിന്റെ ഗുണഫലം അനുഭവിക്കാത്തവരായി നമ്മുടെ നാട്ടിൽ ആരുമില്ല. അതുകൊണ്ട് ഈ പരാജയത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു. ഈ പരാജയത്തിൽ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ഉൾക്കൊള്ളുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. ചില പരാജയങ്ങൾ വിജയത്തിനുള്ള മുന്നോടിയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ തെരഞ്ഞെടുപ്പിലെ നിങ്ങളുടെ വിജയം കണ്ട് നിങ്ങൾ മതിമറന്ന് ആഹ്ലാദിക്കേണ്ടതില്ല. 57 നമ്മൾ ജയിച്ചു, 59 നമ്മൾ തോറ്റു, 67 നമ്മൾ ജയിച്ചു, 69 നമ്മൾ തോറ്റു, 80 ജയിച്ചു, 82 തോറ്റു, 87 ജയിച്ചു, 91 തോറ്റു, 96 നമ്മൾ ജയിച്ചു, 2001 തോറ്റു, 2006
നമ്മൾ ജയിച്ചു. 2011 നമ്മൾ തോറ്റു. 2014 ശേഷം ഇടതുപക്ഷം കേരളത്തിൽ തുടർച്ചയായി ഭരിക്കുകയാണ്. ഒരു സംശയവും വേണ്ട, ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പരാജയപ്പെട്ടുണ്ടാകും. എന്നാൽ ഇത് എക്കാലത്തെയും പരാജയമാണ് എന്ന് ആരും കരുതേണ്ടതായിട്ടില്ല. ഒരു പരാജയത്തിൽ തളർന്നു പോകുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാർ, ഒരു വിജയത്തിൽ മതിമറന്നു പോകുന്നവരുമല്ല കമ്മ്യൂണിസ്റ്റുകാർ. തിരുത്താനുള്ള കാര്യം തിരുത്തി കൂടുതൽ കരുത്താർജിച്ച് ജനങ്ങളെ സംഘടിപ്പിച്ച് ഈ പ്രസ്ഥാനം തിരിച്ചു വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ചെറുതായിട്ട് സംബന്ധിച്ചിടത്തോളം ഈ വിജയം പ്രിയപ്പെട്ട സഖാക്കളെ, നമ്മുടെ അഭിമാനത്തെ ആകാശത്തോളം ഉയർത്തിപ്പിടിക്കുന്ന വിജയമാണ്. കാരണം എന്താണ്? ചെറുതാലത്തിന് ഒരു പാരമ്പര്യമുണ്ട്. സഖാവ് പിവിയും സഖാവ് പയ്യരട്ടയും സഖാവ് വടക്കിലും സഖാവ് പാറമ്മലും സഖാവ് കേരളീയനും സഖാവ് വിഷ്ണു നമ്മുടെ വിശ്വഭാരതീയനും അതുപോലെ തന്നെ സഖാവ് വടക്കിലും ഒക്കെ കൊളുത്തിയ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദീപശിഖ, ആ ദീപശിഖ ഒരിക്കലും കിടില്ലെന്നും അത് ഓരോ വർഷം കഴിയുന്നോറും കൂടുതൽ കൂടുതൽ ആളിക്കത്തി ജനങ്ങൾക്ക് ഏറ്റവും നല്ല പ്രകാശം പരത്തുമെന്നും അസന്നിഗ്ധമായി ചെറുതാഴം തെരഞ്ഞെടുപ്പിൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തെളിയിച്ചിരിക്കുകയാണ്. ചെറുതാഴത്ത് 19-19 കഴിഞ്ഞ ബൈ ഇലക്ഷനിൽ നമുക്ക് ഒരുപാട് നഷ്ടമായി. ആ വാർഡ് ജനങ്ങൾ നമുക്ക് തിരിച്ചു തന്നു. അങ്ങനെ 19-19 100% വിജയം നേടി ചെറുതാഴത്തെ ജനങ്ങൾ നമ്മൾ വിജയിപ്പിച്ചു. ജനങ്ങളുടെ പ്രതീക്ഷക്കനുസരിച്ച് പഞ്ചായത്ത് ഭരണം മുന്നോട്ടേ കൊണ്ടുപോകും എന്ന കാര്യം കൂടി ഉറപ്പു നൽകിക്കൊണ്ട് ഇടതുപക്ഷത്തെ വിജയിപ്പിച്ച എല്ലാവരെയും ഇടതുപക്ഷ ഹൃദയത്തോട് ചേർന്ന് അഭിവാദ്യം ചെയ്തുകൊണ്ട് സഖാക്കളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. CPI നേതാവ് നമ്മൾ ആദ്യമേ തന്നെ ഈ ഇലക്ഷന് മുമ്പേ നമ്മളൊരു അഭിപ്രായം ഈ ഇലക്ഷൻ